ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫോർമേഷനും റീകോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതിനകത്ത് ഫോർമേഷനാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ഫോർമേഷൻ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫോർമേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്, ബേസിക് ഇൻഗ്രീഡിയൻസ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫോർ ഫോർമേഷൻ. ആദ്യം നമ്മൾ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം എഴുതേണ്ട കാര്യം എന്താ? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എഴുതണം. 5 പോയിൻറ്റ്സുകളുണ്ട്, 5 പോയിൻറ്റ്സ് എഴുതണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ പഠിച്ച പ്രൊസീജിയേഴ്സാണ്. പ്രൊസീജിയർ ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഒരു 13 പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അതിൽ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് അവർ എന്തോ ഡിസൈഡ് ചെയ്യേണ്ടത്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിൽ എത്ര പാർട്ട്നേഴ്സ് വേണമെന്നും ആരൊക്കെ വേണം പാർട്ട്നേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് മിനിമം 2 പേഴ്സണും മാക്സിമം 15 വരെ ആവാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് എന്താ? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിന് ഒരു നെയിം വേണം. ഒരു നെയിം നമ്മൾ സെലക്ട് ചെയ്യണം. തേർഡ് വൺ, നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിന്, ആ പാർട്ട്ണർഷിപ്പ് ഫാം എന്ന ബിസിനസ്സിന് അതിൻ്റെ ഒബ്ജക്റ്റ് എന്താ? അത് ഏത് തരം ബിസിനസ്സാണ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഫോർത്ത് വൺ, അവിടെയുള്ള ഓരോ പാർട്ട്നേഴ്സും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിലെ ഓരോ പാർട്ട്നേഴ്സും എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഫിഫ്ത്ത് വൺ എന്താ? ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എന്താ അത്? അതായത് ഈ 4 കാര്യങ്ങളും, ആദ്യത്തെ 4 പ്രൊസീജിയറും ചെയ്തതിന് ശേഷം നമ്മളൊരു എഗ്രിമെൻറ്റ് ഡീഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിനെ സംബന്ധിച്ചിട്ട് എല്ലാ ആസ്പെക്ട്സും ആ ഡീഡിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിൻ്റെ A to Z കാര്യങ്ങളും നമ്മുടെ ആ ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നീട് സിക്സ്ത് വൺ എന്താ? ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. ആ എഗ്രിമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം, അതിനകത്ത് എല്ലാ പാർട്ട്നേഴ്സും സൈനും ചെയ്തിട്ടുണ്ടായിരിക്കണം. സെവൻത് വൺ, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഇൻ ദ എഗ്രിമെൻറ്റ് ആർ ബൈൻഡിങ് ഓൾ പാർട്ട്നേഴ്സ്. അതായത് ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച്, ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ എഗ്രിമെൻറ്റിൽ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ട്. ആ റൂൾ അനുസരിച്ചായിരിക്കണം അവിടുത്തെ ഓരോ പാർട്ട്നേഴ്സും ആക്ട് ചെയ്യേണ്ടത്. എയ്ത്ത് വൺ, ദ പാർട്ണർഷിപ്പ് ഫാം ഈസ് ടു ബി രജിസ്റ്റേർഡ്. നമുക്കറിയാം നമ്മുടെ പാർട്ണർഷിപ്പ് ഫാം രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷണലാണ്. രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീഗൽ സൈഡ് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നയൻത് വൺ, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ പാർട്ണർഷിപ്പ് ഫാം. പാർട്ണർഷിപ്പ് ഫാമിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ടെൻത്ത് വൺ, ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പാനും കൂടെ ഒബ്റ്റെയിൻ ചെയ്യുക. നമുക്ക് പാൻ കിട്ടുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്നായിരിക്കും. 11th വൺ എന്താ? ഓൾ ദ മാൻഡേറ്ററി ലൈസൻസ് ഫ്രം ദ റെസ്പെക്റ്റീവ് അതോറിറ്റീസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ചില ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്പെക്റ്റീവ് അതോറിറ്റീസിനായിരുന്നു ഒരു മാൻഡേറ്ററി ലൈസൻസ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ലൈസൻസും കൂടി ഒബ്റ്റെയിൻ ചെയ്യുക. 12th വൺ, രജിസ്ട്രേഷൻ വിത്ത് റെക്കോർഡ് വിത്ത് ടാക്സ് അതോറിറ്റീസ്. അതായത് നമ്മൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും പോലുള്ള അങ്ങനെയുള്ള ടാക്സ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ രജിസ്ട്രേഷൻ റിക്വയർ ചെയ്യുക. പിന്നെ 13th വൺ എന്താ? നമ്മുടെ ഈ പാർട്ണർഷിപ്പ് ഫേം ഫോർമേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഒരു കൺക്ലൂസീവ് എവിഡൻസ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഫോർമേഷൻ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. പിന്നീട് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. അതായത് നമ്മുടെ ഫേമിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് പറയാം. എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എമൗണ്ട് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. അതായത് നമ്മുടെ ഫേമിലുള്ള പാർട്ട്ണർഷിപ്പിൽ, അതായത് എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കതിനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ണർഷിപ്പിലെ എഗ്രിമെൻറ്റിൽ ചേഞ്ച് കൊണ്ടുവരാം. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ചേഞ്ച് കൊണ്ടുവന്നാൽ പോലും നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം അവിടെ വെച്ച് ഡിസോൾവ് ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ വെച്ച് നിന്ന് പോകുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ അവർ റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ചേഞ്ച് ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് സംഭവിക്കും. പിന്നീട് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ഒക്കേഷൻസ് കൊണ്ടായിരിക്കും ആ പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നത്? നമ്മളൊരു 7 കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ എന്താ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യും. 12th വൺ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. നമ്മുടെ പാർട്ണർഷിപ്പ് ഫാമിലിക്ക് ഒരു പുതിയ പാർട്ണർ വരുമ്പം ആ പുതിയ പാർട്ണറും കൂടെ ചേർത്തായിരിക്കും ഒരു പുതിയ എഗ്രിമെൻറ്റ് അവിടെ ഫോം ആവുന്നത്. അപ്പോൾ പഴയ എഗ്രിമെൻറ്റ് അവിടെ ചേഞ്ച് ആയി ഒരു പുതിയ എഗ്രിമെൻറ്റ് വരുമല്ലോ, അതാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന് പറയുന്നത്. അതിനകത്ത് ന്യൂ പാർട്ണറിൻ്റെ റൈറ്റ് നമ്മൾ പഠിച്ചത്. ദ റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം, ദ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും
അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ പുതിയ പാർട്ട്ണറിനുണ്ട്. ഇനി അതിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ആ ന്യൂ പാർട്ട്ണർ വരുമ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എടുക്കേണ്ട ടേക്കൺ കെയേഴ്സ് എന്തൊക്കെയായിരിക്കും? കമ്പ്യൂട്ടേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് അൺഡിസ്ബേഴ്സ്ഡ് പ്രോഫിറ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ നമ്മുടെ പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എടുക്കേണ്ട കാര്യങ്ങൾ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താ? മൂന്നാമത് എന്താ പഠിച്ചത്? റിട്ടയർമെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ. അതായത് നമ്മുടെ ഫേമിലെ ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർ, ഒരു പാർട്ണർ റിട്ടയർ ആയി പോയാലും നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലെ എഗ്രിമെൻറ്റിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. അതിൽ അവർ 3 രീതിയിലാണ് റിട്ടയർ ആയി പോകുന്നത്. അതായത് റിട്ടയർമെൻറ്റ് ത്രൂ മ്യൂച്വൽ കൺസെൻറ്റ് വരെ റിട്ടയർ ആയി പോകും. അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഡി ഒരു റിട്ടയർമെൻ്റ് ആയി പോകുന്ന പാർട്ട്ണറിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊവിഷൻസ് അനുസരിച്ച് റിട്ടയർ ആയി പോകും. അതും അല്ലെങ്കിൽ വെൻ ദ പാർട്ണർഷിപ്പ് അറ്റ് വില്ല്. ഇപ്പം പാർട്ണർഷിപ്പ് അറ്റ് വില്ല് നമുക്കറിയാം. നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് പഠിച്ചപ്പം പാർട്ണർഷിപ്പ് അറ്റ് വില്ല് എന്നൊരു പാർട്ണർഷിപ്പ് പഠിച്ചിരുന്നു. അപ്പം അതിനകത്ത് ആ പാർട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ആയി പോകുന്നുണ്ടെങ്കിൽ ആ റിട്ടയർ ആയി പോകുന്ന പാർട്ണർ മറ്റുള്ള പാർട്ട്നേഴ്സിന് ഒരു നോട്ടീസ് കൊടുക്കേണ്ടതാണ്. അതാണ് പറയുന്നത്. പിന്നെ എന്താ പഠിച്ചത്? നമ്മുടെ ഔട്ട് ഗോയിങ് പാർട്ണറിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പാർട്ണർഷിപ്പ് ഡി പറഞ്ഞേക്കുന്ന ടേംസിൽ നമ്മുടെ ഔട്ട് ഗോയിങ് പാർട്ണറിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. ലംസം എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം, അതുപോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും കൊടുക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയും കൊടുക്കാം, ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് എനിക്കറിയാം, പക്ഷേ നമ്മൾ റിവേഴ്സ് സെക്ഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പം എല്ലാവർക്കും അത് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല വിശദീകരിച്ച് നാളെ എക്സ്പ്ലനേഷനോടെ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഇൻട്രസ്റ്റോട് കൂടിയ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പിന് ആ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റോട് കൂടിയ പാർട്ണർഷിപ്പിലെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അത് 6% പെർ ആനം വരെ ആവാം. ഇനി നമ്മൾ ആ പാർട്ണർഷിപ്പിൽ റിട്ടയർ ആയി പോകുന്ന ആ ഔട്ട് ഗോയിങ് പാർട്ട്ണറിന് നമ്മൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഇൻസ്റ്റാൾമെൻറ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലായാലും ലംസം എമൗണ്ടിലായാലും നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആ അക്കൗണ്ടിൻ്റെ പേരാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്താ ഡെബിറ്റ് ചെയ്യണം? ലോൺ ഫ്രം പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർ നമ്മൾ എപ്പോഴാണോ നമ്മൾ കൊടുക്കാനുള്ള പൈസ, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതനുസരിച്ച് ആ എമൗണ്ട് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിൽ ലോൺ ഫ്രം പാർട്ട്ണർ എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നീട് എന്താ നമ്മൾ പഠിച്ചത്? ലയബിലിറ്റീസ് ഓഫ് എ റിട്ടയറിംഗ് പാർട്ണർ ലയബിലിറ്റീസാണ് പഠിച്ചത്. അതായത് എന്താ അതിൽ പഠിച്ചത്? അതിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ എ റിട്ടയറിംഗ് പാർട്ണർ മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം എനി ലയബിലിറ്റീസ് ടു എ തേർഡ് പാർട്ടി ഫോർ ആക്ട്സ് ഓഫ് ദ ഫേം ഡൺ ബിഫോർ ഹിസ് റിട്ടയർമെൻറ്റ് ബൈ ആൻ എഗ്രിമെൻറ്റ്. അതായത് നമ്മുടെ റിട്ടയർ ആയി പോകുന്ന പാർട്ണർ, അദ്ദേഹം തേർഡ് പാർട്ടീസ് മുമ്പേ പിന്നീട് ലൈബിൾ ആയിരിക്കില്ല. കാരണം അദ്ദേഹം പാർട്ണർഷിപ്പിലെ പാർട്ണറേ അല്ല. പിന്നെ റിട്ടയർ ആയി പോയാൽ അദ്ദേഹം ആ പാർട്ണർഷിപ്പിലെ പാർട്ണറേ അല്ല. പിന്നെ അദ്ദേഹം എന്തിനാ തേർഡ് പാർട്ടീസ് മുമ്പ് ലൈബിൾ ആവുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന് തേർഡ് പാർട്ടീസ് മുമ്പ് ലൈബിൾ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നീട് എന്താ? ഹി ആൻഡ് the partners continue to be liable as third parties for any act done by any of them which would have been an act of the firm if done before the retirement until public notice given for the retirement. റിട്ടയർമെൻറ്റ് ആകുന്ന ടൈമിൽ ഒരു പബ്ലിക് നോട്ടീസ് നമ്മൾ റിട്ടയറിംഗ് പാർട്ണർ ഇഷ്യൂ ചെയ്യണം. ആ തേർഡ് പാർട്ടീസിന് ഇഷ്യൂ ചെയ്യണം. ആ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് വരെ തേർഡ് പാർട്ടീസിന് മുമ്പ് അദ്ദേഹം റിട്ടയർ ആയാൽ പോലും, അദ്ദേഹം വാക്കാൽ പറഞ്ഞാൽ പോലും അദ്ദേഹം തേർഡ് പാർട്ടീസിന് മുമ്പ് ലൈബിൾ ആയിരിക്കും. എന്നാൽ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ലൈബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് ലൈബിൾ ഓഫ് ടു എനി തേർഡ് പാർട്ടി ഹു ഡീൽ വിത്ത് ദ ഫേം വിത്തൗട്ട് നോയിങ് ദാറ്റ് ഹി വാസ് എ പാർട്ട്ണർ. ഇനി നമ്മളൊരു സ്ലീപ്പിംഗ് പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്നാക്റ്റീവ് പാർട്ട്ണറിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയുള്ളൊരു ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ആയി പോകുന്നെങ്കിൽ പോലും അദ്ദേഹം പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹം തേർഡ് പാർട്ടീസിന് മുമ്പ് ലൈബിൾ ആവില്ല. കാരണം അദ്ദേഹം ആ ഫേമിൽ, ആ പാർട്ണർഷിപ്പ് ഫേമിൽ അല്ലെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്ണർ ആണെന്ന് ഔട്ട്സൈഡേഴ്സിന് അറിയാത്ത ഏതെങ്കിലും പാർട്ട്ണർ റിട്ടയർ ആയി പോകുന്നെങ്കിൽ അവർ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പോലും അവർ തേർഡ് പാർട്ടീസിന് മുമ്പ് ലൈബിൾ ആവില്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ലയബിലിറ്റീസ് ഓഫ് എ റിട്ടയറിംഗ് പാർട്ണറിൽ പഠിച്ചത്. ഇനി ഫോർത്ത് നമ്മൾ എന്താ പഠിച്ചത്? ഡെത്ത് ഓഫ് എ പാർട്ണർ. അതായത് നമ്മുടെ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതേ സിമിലർ ഇതായിരിക്കും നമ്മുടെ ഡിസീസ്ഡ് പാർട്ണർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് പാർട്ട്ണറിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള എന്താണ്? നമ്മൾ
ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കുന്ന എമൗണ്ട്, ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇൻട്രസ്റ്റോടെ ഇൻട്രസ്റ്റ് അല്ലാതെ കൊടുക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ലംസമായിട്ട് നമ്മുടെ റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണറിന് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അവിടെ ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. മേജർ ഡിഫറൻസ് എന്താ, റിട്ടയർമെൻറ്റ് ടൈമിൽ എപ്പോഴാണ് റിട്ടയർ ആവുന്നത്, അക്കൗണ്ടിങ് പീരീഡിലെ എൻഡിലായിരിക്കും നോർമൽ കേസിൽ റിട്ടയർമെൻറ്റ് ആവുന്നത്. എന്നാൽ ഡെത്ത് ഓഫ് പാർട്ട്ണറിന് എപ്പം വേണമെങ്കിലും ഒക്യുവർ അറ്റ് എനി ടൈം, എപ്പം വേണമെങ്കിലും ഡെത്ത് സംഭവിക്കാം. അപ്പോൾ ആ പാർട്ട്ണർ എപ്പം വേണമെങ്കിലും ഡെത്ത് ഓഫ് പാർട്ട്ണർ എപ്പം വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് പറയുന്നത്. എപ്പം വേണമെങ്കിലും അദ്ദേഹം ഫാമിൽ നിന്ന് പോകാമെന്നാണ് പറയുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം നമുക്ക് ആർക്കും അങ്ങനെ ഇന്ന സമയത്ത് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമല്ലേ. എന്നാൽ റിട്ടയർമെൻറ്റ് ടൈമിൽ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിൽ എൻഡിലായിരിക്കും നോർമൽ കേസിൽ റിട്ടയർമെൻറ്റ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഹി ക്ലെയിം ഷാൾ ആൾസോ ഇൻക്ലൂഡ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്. അതായത് നമ്മുടെ ഡെത്ത് ഓഫ് പാർട്ണറിന് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയാലും ലോസസ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ആയാലും അദ്ദേഹത്തിന് ഡെത്തോട് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരെ ഉള്ളതായിരിക്കും അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഇനി ഡിസീസ്ഡ് പാർട്ണറിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ സെയിൽസിൻ്റെ ബേസിസിലോ ആയിരിക്കും. എത്രയാണ് നമ്മൾ ഡെത്ത് ഓഫ് പാർട്ട്ണറിൽ പഠിക്കുന്നത്. പിന്നീട് പഠിക്കുന്നത് ലൈബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ എസ്റ്റേറ്റിൽ എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, മരിച്ചു പോയൊരു പാർട്ട്ണറിൻ്റെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയിൽ അവരുടെ പ്രോപ്പർട്ടി വെച്ച് ഒരു ലൈബിൾ ആക്കേണ്ട കാര്യമില്ല. ഫേമിന് എന്തെങ്കിലും ആ പാർട്ട്ണർ എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം മരിച്ചു പോയ പിന്നെ അദ്ദേഹത്തിന് പ്രോപ്പർട്ടിയുടെ ബേസിസിൽ അവിടെ ആ ഫേമിന് ഫേമിന് മുമ്പേ ആ പ്രോപ്പർട്ടി ലൈബിൾ ആവില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അഞ്ചാമത്തെ എക്സ്ക്ലൂഷൻ ഓർ റിമൂവൽ ഓഫ് പാർട്ട്ണർ. ഇവിടെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടയർമെൻറ്റ് പാർട്ട്ണറിൻ്റെ അതേ ആപ്ലിക്കേഷൻ തന്നെ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനി 6th വൺ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. നമ്മുടെ പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ ലയബിലിറ്റിയിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഡിസ്ചാർജ് ആയി പോകുക. അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയും തേർഡ് പാർട്ടീസിന് മുമ്പിൽ ലയബിൾ ആവില്ല എന്നാണ് പറയുന്നത്. ഇനി റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. നമ്മുടെ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിന് റൈറ്റ്സ് അതിലെന്താ പറഞ്ഞത്, യൂസ് ദ ഫേം നെയിം. അതായത് നമ്മുടെ ഔട്ട് ഗോയിങ് പാർട്ട്ണറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അതിന് റൈറ്റ് എന്തോന്ന് പറയാം, ഒരു കോമ്പറ്റിംഗ് ബിസിനസ് ക്യാരേജുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അതിലൊരു കണ്ടീഷൻ നമ്മുടെ ഫേം വെച്ചിട്ടുണ്ട്. എന്താ, ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റിനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റിനോ ഉള്ളിലായിരിക്കണം നമ്മുടെ ആ ബിസിനസ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഔട്ട് ഗോയിങ് പാർട്ട്ണറിന് ബിസിനസ് ക്യാരി ചെയ്യാൻ നമ്മുടെ ഫേം ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു കോമ്പറ്റിംഗ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ ആ കോമ്പറ്റിംഗ് ബിസിനസ്സിൽ അദ്ദേഹം നേരത്തെ ഇരുന്ന പാർട്ണർഷിപ്പ് ഫേമിലെ നെയിം യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ദ ഫേം നെയിം, ആ ഫേമിലെ നെയിം യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ അവിടുത്തെ ഒരു റെപ്രസെൻറ്റേഷൻ, ആ ബിസിനസ്സിൻ്റെ ഒരു റെപ്രസെൻ്റായിട്ട് ഇവിടെ ആ ബിസിനസ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. താൻ തുടങ്ങുന്ന കോമ്പറ്റിംഗ് ബിസിനസ്സിന് തൻ്റേതായ ഒരു റെപ്രസെൻറ്റേഷൻ ആയ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണം. പഴയ ആ ഫേമിൻ്റെ ഐഡൻറ്റിറ്റിയോ റെപ്രസെൻറ്റേഷനൊന്നും ഇവിടെ കൊണ്ടുവന്നത് ക്യാരി ചെയ്യാൻ പാടില്ല. പിന്നെ സോളിസിറ്റ് ദ കസ്റ്റംസ് ഓഫ് പേഴ്സൺ ഹൂ വെയർ ഡീലിംഗ് വിത്ത് ദ ഫേം ബിഫോർ ഹി സീസർ ടു ബി പാർട്ണർ. തൻ്റെ ആ ഔട്ട് ഗോയിങ് പാർട്ണർ നേരത്തെ നിന്ന ഫേമിൽ, അതായത് കോമ്പറ്റിംഗ് ബിസിനസ്സിലല്ല, മറ്റേ ഓൾഡ് ഫേമിൽ തനിക്ക് എന്തെങ്കിലും ഡീലേഴ്സോ കസ്റ്റമേഴ്സോ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്നും നമ്മുടെ കോമ്പറ്റിംഗ് ബിസിനസ്സിൽ അവരെയൊന്നും ഡീലേഴ്സോ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളെന്താ 7th വൺ, നമ്മൾ ഇത് പഠിച്ച നമ്മുടെ ക്ലാസ് തന്നെ അവസാനിപ്പിച്ചത്. അതായത് അമാൽഗമേഷൻ ഓഫ് 2 പാർട്ട്ണർഷിപ്പ് ഫേം. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, 2 ഫേമുകൾ ചേർന്ന് 2 അതിലധികമോ ഫേം മെർജ് ചെയ്ത് ഒറ്റൊരു ഫേമാക്കി മാറ്റുന്നതിനാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ സംഭവിക്കുമ്പം നമ്മുടെ ഓൾഡ് ഫേമിലെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. സെക്കൻഡ് വൺ, ട്രാൻസ്ഫറിങ് റിസൾട്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ടു ദെയർ ഓൾഡ് റേഷ്യോയിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിസർവ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തണം. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ബൈ ന്യൂ ഫേം. അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പം അത് ന്യൂ ഫേമാർ ഏറ്റെടുക്കത്തെ. അപ്പം അതെന്തോ ചെയ്യണം, ഇഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ട് ടേക്കൺ ബൈ ന്യൂ ഫേം then these item will be transferred to the capital account of partners of old firm and close this account. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് ഫേമിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് അവിടെ വെച്ച് ആ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ആ അക്കൗണ്ട് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. അതിന് ട്രീറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമ്മുടെ ന്യൂ ഫേം ടേക്ക് ഓവർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്.
പിന്നീട് എന്താ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ദ ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ബൈ എനി ഓഫ് ദ എബോ മെത്തേഡ്സ് ഇസ് റിക്വയർഡ് ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് ഫേം. അതായത് നമ്മൾ ഈ മോളിൽ പറഞ്ഞ നമ്മൾ ഏത് കാര്യങ്ങളോട് നമ്മുടെ ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് ഫേം നമ്മൾ രജിസ്ട്രാർ ഓഫ് ഫേമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആണെന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ എടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ എടുക്കണമെന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത് ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. എല്ലാവരും ഇത്രയും ഓക്കെ ആണോ? നിങ്ങളെല്ലാവരും ഇത്രയും ഓക്കെ ആണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫ്രഷ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമേഷൻ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതിൽ നമ്മൾ ഫോർമേഷനും റീകോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം സെക്ഷൻ 13 and 47 വരെയാണ് നമ്മുടെ ഫേമിലെ ഡിസൊല്യൂഷനെ പറ്റി പറയുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 39 ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുക, അടച്ച് പൂട്ടുക, അത് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ടൈം അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോകുന്ന ഒരു ടൈമാണ്. നോക്കിക്കോ, ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കാൾഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഇതോടെ ആ പാർട്ണർഷിപ്പ് ബിസിനസ് ഡിസോൾവ് ആയി പോകുന്നതാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ് പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല, അതാണ് ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ്. ഇനി മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഫേം ഡിസൊല്യൂഷൻ നടക്കാം, ഏതൊക്കെ മോഡിൽ നമ്മുടെ ഫേം ഡിസൊല്യൂഷൻ നടക്കാം എന്ന് നോക്കിയാൽ ഫസ്റ്റ് വേണ്ട എന്താ, ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട്, വോളണ്ടറി ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട്, വോളണ്ടറി ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, വോളണ്ടറിലി ആയിട്ട് സ്വയമേ ഡിസോൾവ് നടത്താം, പാർട്ട്നേഴ്സിന് സ്വയമേ ഡിസോൾവ് നടത്താം. അതല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡറൊന്നും ഇല്ലാതെ നടത്തുന്നത്, രണ്ടും ഒന്ന് തന്നെ. സ്വയമേ വോളണ്ടറിലി ഡിസൊല്യൂഷൻ നടത്താം, അതല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡറൊന്നും ഇല്ലാതെ ഡിസൊല്യൂഷൻ നടത്താം നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫാമിൻ്റെ. അപ്പം അതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡിസൊല്യൂഷൻ വോളണ്ടറിലി നടക്കുന്നതെങ്കിൽ നോക്കുക. അതിനകത്ത് എന്താ, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ഡിസൊല്യൂഷൻ നടക്കാം. അത് നോക്കാം. അത് സെക്ഷൻ 14 ആണ് പറയുന്നത്. എ ഫേം മേ ബി ഡിസോൾവ്ഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ്. അതായത് നമ്മുടെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റോട് കൂടി നമ്മുടെ ഫേം ഡിസോൾവ് ആവുന്നതിനാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഓക്കെയാണ്. ഇനി നമ്മൾ അതിനകത്ത് തന്നെ ഡിസൊല്യൂഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ആർ 2 ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്. ഡിസൊല്യൂഷനും വൈൻഡിങ് അപ്പും 2 ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ബി സെക്ഷൻ എന്താ, കമ്പൽസറി ഡിസൊല്യൂഷൻ നോക്കിക്കേ. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടറിലി നടത്തുന്നതാണെങ്കിൽ പോലും അത് നമ്മൾ കമ്പൽസറി ആയിട്ട് നിർത്തേണ്ടി വരുന്നൊരു അവസ്ഥ വരിക, അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനാണ് പറഞ്ഞത്. ആദ്യത്തെ കേസ് എന്താ, ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ, അതായത് അവിടത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനും, എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റോട് കൂടി നമ്മൾ ഫേം ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്നും. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടറിലി ആയിട്ട് നടത്തുന്നത്. കാരണം നമ്മുടെ മെയിൻ ഹെഡിങ് തന്നെ എന്തുവാ, ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കമ്പൽസറി ഡിസൊല്യൂഷൻ. നമുക്ക് മനസ്സിലായോ, അതായത് നമ്മൾ വോളണ്ടറിലി നടത്തുന്ന ഡിസൊല്യൂഷൻ ആണെങ്കിൽ പോലും അത് നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ ഫേം അവിടെ ഡിസോൾവ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്ഷൻ 41 ആണ് അത് പറയുന്നത്. കമ്പൽസറി ഡിസൊല്യൂഷൻ സെക്ഷൻ 41. ഈ ഫേം ഈസ് ഡിസോൾവ്ഡ് ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ബട്ട് വൺ ആസ് ഇൻസോൾവെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 6 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ 5 പാർട്ട്നേഴ്സിനും പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആക്കണം എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഒരു പാർട്ട്നേഴ്സിന് മാത്രം പാർട്ണർഷിപ്പ് ഫേം എൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ ആ ഒരു പാർട്ട്ണറിന് മാത്രമാണ് ഈ പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പാർട്ണർ മാത്രം കണ്ടിന്യൂ ചെയ്യുകയും മറ്റ് 5 പാർട്ട്നേഴ്സ് അത് നിർത്തിപ്പോവുകയും ചെയ്താൽ അതൊരു പാർട്ണർഷിപ്പ് ഫേം ബിസിനസ് ആവുമോ? കാരണം നമ്മുടെ പാർട്ണർഷിപ്പിലെ ഒരു മിനിമം പേഴ്സൺ എത്ര, 2 പേഴ്സൺ എങ്കിലും വേണം അല്ലേ. മാക്സിമം 50 ആണെങ്കിലും മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസിൽ ആ 5 പാർട്ട്നേഴ്സ് ഡിസോൾവ് ആവുന്ന സാഹചര്യത്തിൽ ആ എതിര് നിൽക്കുന്ന പാർട്ണർ, അതായത് എ എന്ന പാർട്ട്ണറാണ് എതിര് നിൽക്കുന്നതെങ്കിൽ ആ എ എന്ന പാർട്ട്ണറിന് അദ്ദേഹം കമ്പൽസറി ആയിട്ട് അദ്ദേഹത്തിനും അത് നിർത്തിയേ പറ്റത്തുള്ള ഒരു കമ്പൽസറി ആയിട്ട് വരുമോ? കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് ഈ ബിസിനസ് കൊണ്ടുപോയാൽ അത് പാർട്ണർഷിപ്പ് ബിസിനസ്സായി മാറത്തില്ല, അതൊരു സോൾ പ്രൊപ്രൈറ്ററി ഷിപ്പായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു സോൾ ട്രേഡിങ് കൺസേൺ ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ.
ഒരാൾ മാത്രമാണ് ബിസിനസ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം അവിടെ കമ്പൽസറി ആയിട്ട് ഇവിടെ അത് പൂട്ടേണ്ട ഒരു നമ്മുടെ ബിസിനസ് ഡിസോൾവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതിനാണ് നമ്മൾ ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ബട്ട് വൺ ആസ് ദ ഇൻസോൾവൻറ്റ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് കൃത്യമെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? ബൈ ദ ഹാപ്പനിങ് ഓഫ് എനി ഈവൻറ്റ് വിച്ച് മേക്ക് ഇറ്റ് അൺലോഫുൾ ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം ടു ബി ക്യാരിഡ് ഓൺ ഓർ ഫോർ ദ പാർട്ടീസ് ടു ക്യാരി ഇറ്റ് ഓൺ ഇൻ പാർട്ണർഷിപ്പ്. അതിലെന്താ പറഞ്ഞത്? നമ്മൾ ഏതെങ്കിലും ഈവൻറ്റ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുന്ന വഴി നമ്മുടെ ബിസിനസ് അൺലോഫുൾ ആയി മാറുകയാണെങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ആ ബിസിനസ് പൂട്ടേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ നടത്തുന്നൊരു ബിസിനസ്, ഇപ്പം നമ്മൾ ലീഗലാണെന്ന് നടത്തുന്ന ബിസിനസ് അത് ഏതെങ്കിലും ഈവൻറ്റ് വഴി അതൊരു അൺലോഫുൾ ആയ നമുക്കത് നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം അത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ കമ്പൽസറി ആയിട്ട് നിർത്തേണ്ട ആവശ്യം. കാരണം നമ്മൾ ആരും പറഞ്ഞിട്ടല്ല, നമ്മൾ സ്വയമേ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരിക. വോളണ്ടറിലി ആയിട്ട് അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡറില്ലാതെ നമ്മൾ സ്വയമേ നിർത്തേണ്ട സിറ്റുവേഷൻ വരിക. അതാണ് ഇവിടെ പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയില്ലല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കമ്പൽസറി ഡിസൊല്യൂഷൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ, ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഓർ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ബട്ട് വൺ ആസ് ഇൻസോൾവൻറ്റ്. എല്ലാ പാർട്ട്നേഴ്സിനും നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അപ്പോൾ 6 പാർട്ട്നേഴ്സാണ്. അതിനകത്ത് 5 പാർട്ട്നേഴ്സിന് പാർട്ണർഷിപ്പ് ബിസിനസ് നിർത്തണമെന്നും ഒരു പാർട്ട്ണർ തുടരണമെന്നും ആഗ്രഹമെങ്കിൽ ആ തുടരണമെന്ന് ആഗ്രഹമുള്ള പാർട്ട്ണറും കൂടെ നിർത്താൻ കമ്പൽസറി ആയിട്ട് അവരുടെ കൂടെ ചേർന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു ബിസിനസ് അവിടെ ഫോം ചെയ്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫോം ചെയ്താൽ അതൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആവില്ല. ഈ സെക്കൻഡ് വൺ എന്താ പറയുന്നത്? നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഈവൻറ്റ് വഴി നമ്മുടെ ബിസിനസ് അൺലോഫുൾ ആവുകയാണെങ്കിലും അവിടെ നമ്മൾ കമ്പൽസറി ആണെങ്കിൽ പോലും അത് വോളണ്ടറി ആയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് അവിടെ ഡിസോൾവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇനി അതിൽ സി നോക്കിക്കേ, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടീജൻറ്റ് സെക്ഷൻ നോക്കാം നമുക്ക്. ഇതിൽ കണ്ടീജൻറ്റ് സെക്ഷനിലൂടെ കുറച്ച് എന്തെങ്കിലും ഹാപ്പനിങ് പറ്റി ഫോം ഡിസോൾവ് ആവുന്ന കേസാണ് പറയുന്നത്. അത് സെക്ഷൻ 42 ആണ്. എ ഫേം ഈസ് ഡിസോൾവ്ഡ് ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സ്ഡ് ടൈം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം. അതായത് നമ്മളൊരു ഫിക്സ്ഡ് ടൈമിലേക്ക് വേണ്ടി നമ്മുടെ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ ഒരു 5 വർഷത്തേക്കാണ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ എക്സ്പയറി ഓഫ് ടേം കഴിയുന്നത് വരെ ആ ബിസിനസ് നിലനിൽക്കത്തുള്ളൂ. അല്ല 5 വർഷം കഴിഞ്ഞാൽ ആ ബിസിനസ് ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഡിസോൾവ് ആയി പോകും. ഇനി ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ക്യാരി ഔട്ട് വൺ ഓർ മോർ അഡ്വഞ്ചേഴ്സ് ഓർ അണ്ടർടേക്കിംഗ് ബൈ ദ കംപ്ലീഷൻ ദെയർ ഓഫ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് ഒന്നിലധികം ബിസിനസ് അല്ലെങ്കിൽ ഒന്നിലധികം അഡ്വഞ്ചേഴ്സോ ഒന്നിലധികം അണ്ടർടേക്കിങ്സോ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താ ഇപ്പം ഡിസോൾവ് ആയി പോവും. ഇനി ബൈ ദ കംപ്ലീഷൻ ദെയർ ഓഫ് ബൈ ദ ഡെത്ത് ഓഫ് പാർട്ട്ണേഴ്സ് മരണപ്പെടുകയാണെങ്കിലും നമ്മുടെ ഡിസോൾവ് സംഭവിക്കാം. ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് ആൻ ഇൻസോൾവൻറ്റ്. പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് ആയി പോവുകയാണെങ്കിലും അവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കാമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൽ പറഞ്ഞത്. ഇനി ഡി എന്താ പറയുന്നത് നോക്കെ, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓഫ് പാർട്ണർഷിപ്പ് പറ്റില്ല. നമ്മൾ പാർട്ണർഷിപ്പ് പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് പഠിപ്പിച്ചപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കേസാണ് പാർട്ണർഷിപ്പ് പറ്റില്ല. ആ പാർട്ണർഷിപ്പ് പറ്റി ബില്ല് നമുക്ക് ഡിസോൾവ് ചെയ്യണമെങ്കിൽ, അത് അവിടെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ആ പാർട്ട്ണർ മറ്റുള്ള എല്ലാ പാർട്ട്നേഴ്സിനും, ഓൾ ദ അതർ പാർട്ട്നേഴ്സിന് റൈറ്റിങ്ങിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓഫീസ് ഇൻറ്റൻഷൻ ഡിസോൾവ് ദ ഫേം, റിട്ടയർമെൻറ്റ്, എക്സ്പ്ലോഷൻ എറ്റ്സെട്ര. ഓക്കെ, അതായത് എന്താ പറഞ്ഞത്? എ ഫേം മേ ബി ഡിസോൾവ്ഡ് ബൈ എനി പാർട്ട്ണർ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ഓൾ അതർ പാർട്ട്നേഴ്സ് ഓഫീസ് ഇൻറ്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. ആ പാർട്ണർഷിപ്പ് പറ്റി ബില്ലിലെ ഏതെങ്കിലും ഒരു പാർട്ണർ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള മറ്റുള്ള പാർട്ട്നേഴ്സിന് റൈറ്റിംഗ് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ മെയിൻ ഹെഡിങ് എന്താ? ഇതിൻ്റെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മോഡ് ഏതാ? ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട് ഓർ വോളണ്ടറി ഡിസൊല്യൂഷൻ. ഈ ഒരു ഡിസൊല്യൂഷനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ 4 ആയിട്ട് തിരിച്ചത്. അതായത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടീജൻറ്റ് സെക്ഷൻ, ഡിസൊല്യൂഷൻ ബൈ ദ നോട്ടീസ് ഓഫ് പാർട്ണർഷിപ്പ് ടു വില്ല്. അപ്പം ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ നോക്ക്, മോഡ് ഓഫ് ഗിവിങ് പബ്ലിക് നോട്ടീസ്. നമ്മൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എന്താ, മൈനറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈനറിൻ്റെ മേജറിലോട്ട് വരണമെങ്കിൽ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം.
തേർഡ് പാർട്ടീസിന്, നമ്മുടെ ബിസിനസ്സോട് റിലേറ്റ് ചെയ്ത തേർഡ് പാർട്ടീസിന് മൈനർ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അതുപോലെ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. നമ്മുടെ എക്സ്ക്ലൂഷൻ്റെ കേസിൽ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ പിന്നെ നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് രജിസ്റ്റേർഡ് ഫേമിൻ്റെ കേസിലും നമ്മൾ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പബ്ലിക് നോട്ടീസ് നൽകുന്നതിൻ്റെ മോഡ് എന്തൊക്കെയാണ്, പബ്ലിക് നോട്ടീസ് നൽകുന്നതിൻ്റെ മോഡ് എന്തൊക്കെയാണ് അതിൽ ഫസ്റ്റ് നോക്കിക്കേ, നോട്ടീസ് ടു ദ രജിസ്ട്രാർ ഓഫ് ഫേം. നോട്ടീസ് ടു ദ രജിസ്ട്രാർ ഓഫ് ഫേം, അതായത് രജിസ്ട്രാർ ഓഫ് ഫേമിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. രജിസ്ട്രാർ ഓഫ് ഫേമിന് നോട്ടീസ് ചെയ്യുക. ഫസ്റ്റ് വൺ, നമ്മൾ രജിസ്ട്രാർ ഓഫ് ഫേമിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. നോട്ടീസ് ടു ദ രജിസ്ട്രാർ ഓഫ് ഫേം. സെക്കൻഡ് വൺ നോക്കിയാൽ പബ്ലിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ആൻഡ് ഇൻ അറ്റ് ദ ലീസ്റ്റ് വൺ വെർണാക്കുലർ ന്യൂസ് പേപ്പർ സർക്കുലേറ്റിംഗ് in the district where the firm to which relate has its place or principal place of business. അതിലെന്താ പറയുന്നത്, ഒരു ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യും. അത് മാത്രമാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫേമിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലേ, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലുള്ള ഡിസ്ട്രിക്റ്റിലൊരു വെർണാക്കുലർ ലാംഗ്വേജ്, വെർണാക്കുലർ അല്ലെങ്കിൽ വെർണാക്കുലർ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. വെർണാക്കുലർ ന്യൂസ് പേപ്പറിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. നോക്കിക്കേ, എന്താ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, നമ്മൾ ഒരു ഒഫീഷ്യൽ ഗസറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ഒരു വെർണാക്കുലർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആ പ്ലേസിലുള്ള ഒരു ആ പ്ലേസിൽ പ്രാബല്യത്തിലുള്ള ഒരു ന്യൂസ് പേപ്പറിനാണ് നമ്മൾ വെർണാക്കുലർ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ആ പ്ലേസിൽ നമ്മൾ ഏത് പ്ലേസിലാണോ നമ്മളിത് ഇഷ്യൂ ചെയ്യുന്ന ആ പ്ലേസിൽ പ്രാബല്യത്തിലുള്ള ഒരു ന്യൂസ് പേപ്പറിനാണ് നമ്മൾ വെർണാക്കുലർ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഒരു ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേമിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റിലെ വെർണാക്കുലർ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത്. എനി അതർ കേസ് ബൈ അതായത് റിട്ടയർമെൻറ്റ്, എക്സ്ക്ലൂഷൻ, ഡിസൊല്യൂഷൻ ഓഫ് ഫേമോ അല്ലാതെ മറ്റേതെങ്കിലും കേസിലാണെങ്കിൽ നമ്മൾ പബ്ലിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റെ ഒരു വെർണാക്കുലർ ന്യൂസ് പേപ്പർ മാത്രമേ, ആ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ വെർണാക്കുലർ ന്യൂസ് പേപ്പർ മാത്രമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് മോഡ് ഓഫ് ഗിവിംഗ് പബ്ലിക് നോട്ടീസ്, പബ്ലിക് നോട്ടീസ് നൽകുന്നതിൻ്റെ മോഡ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് നോട്ടീസ് ടു ദ രജിസ്ട്രാർ ഓഫ് ഫേം. സെക്കൻഡ് വൺ പബ്ലിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ വെർണാക്കുലർ ന്യൂസ് പേപ്പർ സർക്കുലേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് വെയർ ദ ഫേം ടു വിച്ച് ഇറ്റ് റിലേറ്റ് ഹാസ് ഇറ്റ്സ് പ്ലേസ് ഓർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. എന്താ അതിൽ പറയുന്ന മക്കളെ, അതിൽ പറഞ്ഞ ഒരു ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേമിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ വെർണാക്കുലർ ന്യൂസ് പേപ്പറിലായിരിക്കും അത് പബ്ലിഷ് ചെയ്യുന്നത്. വെർണാക്കുലർ ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യും. ന്യൂസ് പേപ്പറിലും അത് പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് നമ്മുടെ റിട്ടയർമെൻറ്റിനും എക്സ്ക്ലൂഷനും കേസ് ഇത് രണ്ടിലും പബ്ലിഷ് ചെയ്യും. ഇനി ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും കേസാണെങ്കിൽ, അതായത് നമ്മൾ ഈ മോളിൽ പറഞ്ഞ ഒന്നും അല്ലാത്ത മറ്റേതെങ്കിലും കേസാണെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ഗസറ്റ് വരെയും പബ്ലിഷ് ചെയ്യും. പിന്നെ വെർണാക്കുലർ ന്യൂസ് പേപ്പറിൽ ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിനും പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത്. ഇതാണ് മോഡ് ഓഫ് ഗിവിംഗ് പബ്ലിക് നോട്ടീസ് ചോദിച്ച സെക്ഷൻ 72 എഴുതേണ്ട കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, അതായത് നമ്മുടെ രണ്ടാമത്തെ മോഡാണ്. ഒന്നാമത്തെ മോഡ് എന്തുവാ? ഡിസൊല്യൂഷൻ ബൈ വിത്തൗട്ട് ദ കോർട്ട് അല്ലെങ്കിൽ വോളണ്ടറിലി ഡിസൊല്യൂഷൻ. രണ്ടാമത്തെ മോഡതാ ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട്. അത് നോക്കിക്കേ, ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം എ അൺസൗണ്ട് മൈൻഡ്, പാർട്ട്ണർ അൺസൗണ്ട് മൈൻഡായ നമ്മുടെ കോർട്ട് പറയും, അവിടുത്തെ പാർട്ട്നേഴ്സ് എല്ലാവരും, ഒരാളല്ല എല്ലാവരും അൺസൗണ്ട് മൈൻഡ് നമ്മുടെ കോർട്ട് പറയും, കോർട്ട് ആൻഡ് ഓർഡറും ഇനി ബിസിനസ് തുടങ്ങുന്നില്ല, നിങ്ങളതങ്ങ് ഡിസോൾവ് ചെയ്തേക്കാം. അതല്ലെങ്കിലോ, ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം എ പെർമനൻ്റ്ലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് എസ് എ പാർട്ണർ, അതായത് അവിടുത്തെ പാർട്ട്നേഴ്സിന് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാത്ത രീതിയിൽ അവർ പെർമനൻ്റ്ലി ഇൻകാപ്പബിളായി മാറുകയാണെങ്കിൽ അവർ നമ്മുടെ കോർട്ട് ഓർഡർ ഇടും, നിങ്ങൾ ഡിസോൾവ് ചെയ്തേക്ക്, നിങ്ങളുടെ ഫേം നിങ്ങൾ ഡിസോൾവ് ചെയ്തേക്ക്, അല്ലേ? ഇനി തേർഡ് പോയിന്റ് നോക്കിയാൽ ഇഫ് എ പാർട്ണർ, നിങ്ങൾ ഇതൊക്കെ ഓരോ പോയിന്റ് ഇട്ടേക്കണേ, ഞാനത് പോയിന്റ് നോട്ട് ചെയ്യാൻ വിട്ടുപോയതാ. ഒന്നാമത്തെ പോയിന്റ് ഇതാ, ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്കൻഡ് പോയിന്റ് ഇതാ, ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം പെർമനൻ്റ്ലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ ഇഫ് എ പാർട്ണർ ഈസ് എ ഗിൽറ്റി ഓഫ് കണ്ടക്ട് വിച്ച് ഈസ് ലൈക്ലി ടു അഫക്റ്റ് പെർജുഡിക്കലി ദ ക്യാരി ഓൺ ഓഫ് ബിസിനസ് റിഗാർഡിംഗ് ബീങ് ഹാഡ് ടു ദ നേച്ചർ ഓഫ് ബിസിനസ്, ഇഫ് എ പാർട്ണർ വിൽഫുള്ളി ഓർ പെർസിസ്റ്റൻ്റ്ലി commits breach of agreement relating to the management of the affairs of the firm or the conduct of its business or the conduct of the business, otherwise so conduct himself in matter relating to the business that is not reasonably practicable for the other partners to carry on the business in partnership with him. ഇതൊരു പോയിൻ്റാണ്, ഇത് അത്രയും ഒരു പോയിൻ്റാണ്, അല്ലാതെ നോട്ട് ചെയ്തേ.
അതിലെന്താ പറഞ്ഞത്, അതായത് നമ്മുടെ പാർട്ട്നേഴ്സ് ശ്രദ്ധിച്ച് കേട്ടോണേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതാണെന്ന് ചിലവർക്ക് തോന്നിയേക്കാം, എന്നാൽ എളുപ്പമാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ബിസിനസ് നടത്തേണ്ട രീതിയിലല്ല നടത്തുന്നതെങ്കിൽ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ബിസിനസ് നടത്തുന്ന രീതിയിലല്ല നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പോലെ അല്ല നടത്തുന്നതെങ്കിൽ, അതുമല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്ത, അതായത് അവർ അവിടുത്തെ എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്യുക, ലംഘിക്കുകയാണെങ്കിൽ, എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്ത്, ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫേഴ്സ് ഓഫ് ദ ഫേം ഓർ ദ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ് ഓർ ദ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ്. അത് രണ്ടും ഒരു റിപ്പീറ്റ് അടിച്ച് വന്നേ, സോറി. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ഫേം ഓർ ദ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെ റിലേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മുടെ ഫേമിലെ അഫയേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു കാര്യം എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ നടത്തേണ്ട രീതിയിലല്ല, എഗ്രിമെൻറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ അല്ല നടത്തിയെങ്കിൽ പോലും കോർട്ടോടെ ഡിസോൾവ് ചെയ്യാൻ പറയും. അതർവൈസ് കണ്ടക്ട് ഹിംസെൽഫ് ഇൻ മാറ്റർ റിലേറ്റിംഗ് ടു ദ ബിസിനസ് ദാറ്റ് ഈസ് നോട്ട് റീസണബിളി പ്രാക്ടിക്കബിൾ ഫോർ ദ അതർ പാർട്ടീസ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഹിം. അതായത് തേർഡ് പാരഗ്രാഫ് എന്താ പറഞ്ഞേക്കുന്നത്, അതായത് അതർവൈസ് കണ്ടക്ട്, ആ ഒരു പാരഗ്രാഫിൻ്റെ സെൻറ്റൻസ് അർത്ഥം ഇനി പറയാമെന്ന്. ഏതെങ്കിലും ഒരു പാർട്ണർ, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലെ ഏതെങ്കിലും ഒരു പാർട്ണർ മോശം കാര്യം ചെയ്ത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത, നമ്മുടെ പാർട്ണർഷിപ്പിൽ ചെയ്യാൻ പാടില്ലാത്ത, ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തെങ്കിൽ, മറ്റുള്ള പാർട്ട്നേഴ്സിന് ആ ബിസിനസ് ക്യാരി ചെയ്യുന്നത് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ലെങ്കിൽ, നമ്മുടെ കോർട്ട് പറയും അത് ഡിസോൾവ് ചെയ്തേക്കാൻ. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ള പാർട്ട്നേഴ്സിന് അത് ആ ബിസിനസ് ക്യാരി ചെയ്യുന്നത് പ്രാക്ടിക്കബിൾ അല്ല എങ്കിൽ, നമ്മുടെ കോർട്ട് പറയും ഡിസോൾവ് ചെയ്തേക്കണം. കോർട്ട് തന്നെ ഓർഡറാണ്, നിങ്ങളുടെ ഫേം നിങ്ങൾ ഡിസോൾവ് ചെയ്തേക്ക് എന്ന് നമ്മുടെ കോർട്ട് ഓർഡറാണ്. അതൊരു പോയിൻ്റാണ്, മനസ്സിലായ പോയിൻ്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇഫ് എ പാർട്ണർ ഹിം ഇൻ എനി വേ ട്രാൻസ്ഫർ ദ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി. അതിലെന്താ പറയുന്നത്, അതായത് നമ്മുടെ പാർട്ട്നേഴ്സ് ഹോൾ ഓഫ് ഇൻട്രസ്റ്റ് തേർഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഡിസോൾവ് ആവും. അവർക്കിനി അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ അവരത് തേർഡ് പാർട്ടീസിന് തന്നെ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും അത് ഡിസോൾവ് ആവുന്ന പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞ നോക്കിയാൽ, ദ ബിസിനസ് ഓഫ് ദ ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ സേവ് അറ്റ് എ ലോസ് ഓർ ഓൺ എനി അതർ ഗ്രൗണ്ട് വിച്ച് റെൻഡർ ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ ഫേം ഷുഡ് ബി ഡിസോൾവ്ഡ്. എന്താ അതിൽ പറയുന്നത്, അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലുമൊക്കെ ലോസ് സംഭവിച്ച് ആ ലോസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിൽ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ കോർട്ടിന് ഓർഡർ ഇടും. ഇങ്ങോട്ട് നമ്മൾ തന്നെ പറയും, നമ്മുടെ കോടതി പറയും, എന്താ പറയും, നിങ്ങൾ ഫേം ഡിസോൾവ് ചെയ്തേക്ക്, നിങ്ങൾ ഈ ഫേം അടച്ചു പൂട്ടിയേക്കെന്ന് നമ്മുടെ കോർട്ട് തന്നെ പറയുന്നത്. നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബിസിനസ് പറ്റുന്നില്ല എങ്കിൽ, അവിടുത്തെ പാർട്ട്നേഴ്സിനോട് നമ്മളെ കോർട്ട് ഓർഡർ ഇടാണ്, നിങ്ങൾ ഈ ബിസിനസ് ഡിസൊല്യൂഷൻ ചെയ്തേക്ക് എന്ന് പറയും. ഇനി ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് വിൽ കണ്ടിന്യൂ ഫോർ ആക്ട് ഡൺ ബിഫോർ ദ ഡിസൊല്യൂഷൻ ഈവൻ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ അണ്ടർ പബ്ലിക് നോട്ടീസ് ഈസ് ഗീവൺ ഓഫ് ദ ഡിസൊല്യൂഷൻ. എന്താ പറയുന്നത്, നമ്മളെല്ലാത്ത കേസിനകത്ത് പറയുന്നതാണ്, അതായത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പബ്ലിക് നോട്ടീസ് നൽകിയിരിക്കണം. ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പബ്ലിക് നോട്ടീസ് നൽകിയിരിക്കണമെന്നാണ് പറയുന്നത്. അതായിരിക്കും ദ ലയബിലിറ്റി ഓഫ് പാർട്ണർ. അത് കൊടുക്കാത്ത വശത്തോളം, പബ്ലിക് ഇഷ്യൂ കൊടുക്കാത്തിടത്തോളം കാലം വരെ നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ ലയബിൾ ആയിരിക്കും. നമ്മൾ പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യുന്നെന്ന് മറ്റുള്ളവർ വിചാരിക്കും, പക്ഷെ നമ്മൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുക, ഞങ്ങൾ ഇനി പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുകയാണ്, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ബിസിനസ്സിന് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പബ്ലിക് നോട്ടീസ് നൽകണം. പബ്ലിക് നോട്ടീസ് നൽകിയാൽ പിന്നെ അവർ ലയബിൾ ആവില്ല. അത് കൊടുക്കാത്തിടത്തോളം കാലം വരെ അവർ ലയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ദ ഫോളോയിങ് പാർട്ണർ ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ആക്ട് ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസസ് ടു എ പാർട്ണർ എ ഡിസീസ്ഡ് പാർട്ണർ. എന്താ ഈ പറയുന്നത്? ആ പോയിന്റ് എന്താ പറയുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം അവരോട് ഒന്നുകൂടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. നമുക്കതാണ് നോക്കാം. അതായത് താഴെ പറയുന്ന കാര്യങ്ങൾ, അതായത് ദ ഫോളോയിങ് പാർട്ണർ ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ആക്ട്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസസ് ടു ബി പാർട്ണർ. നമ്മളൊരു പാർട്ണർ ഡിസോൾവ് ചെയ്യുക, ഫേമിൽ നിന്ന് ഡിസോൾവ് ആയി പോകുക, അല്ലെങ്കിൽ ഫേമിൽ നിന്ന് റിട്ടയർ ആയി പോകുന്ന കേസിലോ ഫേമിൽ നിന്ന് ഇറങ്ങി പോവുക, ഔട്ട് ഗോയിങ് പാർട്ണറായിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം ലയബിൾ ആവില്ല. അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് ഏതൊക്കെയാണ് പറയുന്നത്? ഒന്നാമത് ഡിസീസ്ഡ് പാർട്ണർ, ഇപ്പം ആ പാർട്ണർ അറിയാമോ ഞാൻ നാളെ മരിച്ചു പോകുമെന്ന്, അല്ലേ? ചിലവർ സൂസൈഡൊക്കെ ചെയ്യും, അവർക്ക് അറിയായിരിക്കും താൻ നാളെ സൂസൈഡ് ചെയ്തപ്പോൾ മരണപ്പെട്ട് പോകുമെന്ന്. ഇനി അതാ പറഞ്ഞത്, സാധാരണ നമുക്ക് മരണം നമുക്ക് ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന
ഒരു കാര്യമല്ല. എന്നാൽ പറയുക ഞാൻ, ഡിസീസ്ഡ് പാർട്ട്ണറിന് ലൈബിൾ ആവില്ല. ഡിസീസ്ഡ് പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ലൈബിൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് പ്രോപ്പർട്ടിക്കോ ലൈബിൾ ഇല്ല. സെക്കൻഡ് എന്താ, എ പാർട്ട്ണർ ഹു ഈസ് അഡ്ജൂഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻ്റ് ആവുന്ന പാർട്ട്ണറും ലൈബിൾ ആവില്ല. അദ്ദേഹം പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഇൻസോൾവെൻ്റ് ആവുന്ന കേസിൽ പോലും ലൈബിൾ ആവില്ല. കാരണം എന്താ, അദ്ദേഹം ഓൾറെഡി ഇൻസോൾവെൻ്റ് ആണ്. അദ്ദേഹത്തിന് ഇനി പാർട്ട്ണർഷിപ്പിനോ മറ്റുള്ളവർക്കുമ്പോൾ അദ്ദേഹം ലൈബിൾ ആവേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഇൻസോൾവെൻ്റായിട്ട് കോർട്ട് ഓർഡർ ഇടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് എല്ലാ ലയബിലിറ്റീസും ഡിസ്ചാർജ് ആയി പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസും. ഓക്കെ. തേർഡ് പോയിന്റ്, എ പാർട്ണർ ഹു നോട്ട് ഹാവിങ് നോൺ ടു ദ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ ഫേം ടു ബി എ പേഴ്സൺ റിട്ടയർ ഫ്രം ദ ഫേം. അതായത് ഒരു പണി റിട്ടയർ ആയി പോകുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയി പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ, നമ്മുടെ ലയബിലിറ്റീസ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ അദ്ദേഹം റിട്ടയർ ആയി പോകുന്ന കേസിൽ നമ്മുടെ ഏതെങ്കിലും പാർട്ട്നേഴ്സിന്, ഇപ്പം ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്നാക്റ്റീവ് പാർട്ട്ണറിനെ നമ്മുടെ ഔട്ട്സൈഡേഴ്സിന് അറിയില്ലല്ലോ. അപ്പോൾ ഔട്ട്സൈഡേഴ്സിന് അറിയാത്ത പാർട്ട്ണർ പബ്ലിക് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ പോലും അവർ ലൈബിൾ ആവില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഈ 3 പാർട്ട്നേഴ്സിനും അവരുടെ പാർട്ട്ണർ സ്റ്റാറ്റസ് എൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ലൈബിൾ ആവില്ല. അല്ലാതെ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നത് വരെ അവർ ലൈബിൾ ആവാതിരിക്കില്ല. അവരുടെ പാർട്ട്ണർ സ്റ്റാറ്റസ് അവർ എന്ന് എൻഡ് ചെയ്യുന്ന സമയം തൊട്ട് അവർ തേർഡ് പാർട്ടീസിന് ലൈബിൾ ആവില്ല. അവർ പബ്ലിക് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ പോലും അവർ ലൈബിൾ ആവില്ല എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നോക്കിയോ, അടുത്ത് പറയാൻ എന്താ, ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്താ പറയുന്നത്, ഫേം ഡിസോൾവ് ചെയ്തതിന് ശേഷം നമ്മുടെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 2 കാര്യങ്ങളുണ്ട്. എന്താ നോക്കിക്കേ, എവറി പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ഗുഡ് വിൽ ഇൻക്ലൂഡ് ദ അസറ്റ് വിച്ച് ഈസ് സോൾഡ് എയ്തർ സെപ്പറേറ്റ്ലി ഓർ എലോങ് വിത്ത് അതർ പാർട്ടീസ് ഓഫ് ദ ഫേം. നമ്മുടെ ഫേമിൽ ഗുഡ് വില്ല് കാണില്ലേ, ആ ഗുഡ് വില്ല് സോൾഡ് ചെയ്യുമ്പോൾ ആ ഗുഡ് വില്ല് നമ്മൾ മറ്റേതെങ്കിലും ഫേമിന് നമ്മൾ നമ്മുടെ ഗുഡ് വില്ല് വിൽക്കാം. ആ ഗുഡ് വില്ല് അസറ്റിൻ്റെ കൂടെയും വിൽക്കാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഷെയർ നമ്മുടെ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തെടുക്കാം. അതിൽ നിന്ന് പ്രോഫിറ്റ് അത് നമ്മുടെ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് എടുക്കാം, അവരുടെ റേഷ്യോയിൽ ഷെയർ ചെയ്തെടുക്കാൻ പറഞ്ഞത്. പിന്നെന്താ, സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ പാർട്ട്നേഴ്സിന് സർപ്ലസും കിട്ടുമെന്നാണ് പറഞ്ഞത്, അതും അവർക്ക് ഷെയർ ചെയ്തെടുക്കാം. 2 റൈറ്റ്സ് ഏതൊക്കെയാണ്, ഗുഡ് വില്ല് അസറ്റോട് കൂടി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ മറ്റേതെങ്കിലും ഫേമിന് സോൾഡ് ചെയ്യുന്ന ടൈമിൽ അത് പാർട്ട്നേഴ്സിന് ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ പാർട്ട്നേഴ്സിന് സർപ്ലസും എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അതോറിറ്റീസും ഉണ്ട്. നമ്മുടെ ഫേം ഡിസോൾവ് ചെയ്താലും അവർക്ക് അതോറിറ്റീസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതോറിറ്റീസ് നോക്കിയാൽ അതോറിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ടു ബൈൻഡ് ദ ഫേം ആൻഡ് ദ അതർ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദ പാർട്ട്ണർ കണ്ടിന്യൂ ആഫ്റ്റർ ഡിസൊല്യൂഷന് ശേഷവും അവർക്ക് അതോറിറ്റി, എന്തിനുള്ള അതോറിറ്റിയാണ്, ഫോർ ആക്ടിവിറ്റീസ് നെസസറി ടു വൈൻഡ് അപ്പ് ദ അഫയേഴ്സ് ഓഫ് ദ ഫേം. എന്താ അതിൽ പറയുന്നത്, അതായത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിലൊക്കെ അതോറിറ്റി ഉണ്ട്. വൈൻഡപ്പ് ചെയ്യാനായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസിലൊക്കെ അല്ലേ അവർക്ക് അതിലൊക്കെ അതോറിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫേം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റീസിൽ അവർക്ക് അതോറിറ്റി ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് പഠിച്ച എന്താ, ഫോർ ആക്ടിവിറ്റീസ് നെസസറി ടു വൈൻഡ് അപ്പ് ദ അഫയേഴ്സ് ഓഫ് ദ ഫേം. സെക്കൻഡ് എന്താ, ടു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ബിഗൺ ബട്ട് അൺഫിനിഷ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ ഡിസൊല്യൂഷൻ. അതായത് നമ്മുടെ ഡിസോൾവ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങിയ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ കാണും. ആ ട്രാൻസാക്ഷൻസ് തുടങ്ങിയതാണ്, പക്ഷേ നമ്മുടെ ഫേം ഡിസോൾവ് ചെയ്തതിന് ശേഷം ഡിസൊല്യൂഷൻ നടക്കുന്ന ടൈമിൽ പോലും അത് ഫിനിഷ്ഡ് ആയിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതോറിറ്റി നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിനുണ്ട്. ഡിസോൾവ് ആയ കേസിൽ 2 അതോറിറ്റീസ് അവർക്കുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസിൽ അവർക്ക് അതോറിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങിയ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് അത് നമ്മൾ ഡിസോൾവ് നടക്കുന്ന ടൈമിൽ പോലും അൺഫിനിഷ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ആക്കി മാറ്റാനുള്ള അതോറിറ്റീസ് ആർക്കുണ്ട്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ആ ഡിസൊല്യൂഷൻ നടക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിനുണ്ടെന്നാണ് പറയുന്നത്. 2 റൈറ്റ്സും 2 അതോറിറ്റീസും ഉണ്ടല്ലേ. ഇന്ന് നോക്കിക്കേ, പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. അടുത്ത ഹെഡിങ് എന്താ, പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. ഫേമിൻ്റെ പ്രോപ്പർട്ടി നോക്കിയോ, ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം ഇൻക്ലൂഡ്സ് ഓൾ പ്രോപ്പർട്ടി ഒറിജിനലി ബ്രോട്ട് ഇൻ ടു സ്റ്റോക്ക് ഓഫ് ദ ഫേം. അതായത് എന്താ പറഞ്ഞത്, ഫേമിൻ്റെ സ്റ്റോക്കിലേക്ക് ഒറിജിനലി വാങ്ങി വെച്ചേക്കുന്ന പ്രോപ്പർട്ടീസ്.
ഫേമിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓൾ പ്രോപ്പർട്ടി ഒറിജിനലി ബ്രോട്ട് ഇൻ ടു സ്റ്റോക്ക് ഓഫ് ദ ഫേം. ഫേമിൻ്റെ സ്റ്റോക്കിലേക്ക് ഒറിജിനലി വാങ്ങി വെച്ചേക്കുന്ന പ്രോപ്പർട്ടി ഇപ്പം തന്നെ പഠിച്ചു പോവുക. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ പഠിക്കാൻ കുറച്ച് മടിയായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പം തന്നെ ക്ലാസ് ചെയ്തിട്ടങ്ങ് പഠിച്ചു പോവുക. സെക്കൻഡ് നോക്കിക്കേ, അക്വയർ ബൈ പർച്ചേസ് ബൈ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. അതായത് ഫേമിന് വേണ്ടി നമ്മുടെ പാർട്ട്നേഴ്സ് പർച്ചേസ് ചെയ്ത എന്ത് കാര്യങ്ങൾ. അക്വയർഡ് ബൈ പർച്ചേസ് ബൈ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ഫേമിന് ബിസിനസ് നടത്തുന്ന പർപ്പസിന് വേണ്ടി അക്വയർ ചെയ്തെങ്കിൽ എന്താ പറഞ്ഞത്? അതായത് എന്താ പറഞ്ഞതിൽ നമ്മുടെ ഫേമിൻ്റെ ഫേമിൻ്റെ ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മുടെ ഫേമിൻ്റെ എന്തെങ്കിലും കാര്യത്തിനായി നമ്മുടെ പാർട്ട്നേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് അത് ഫേമിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്താ ഒന്നാമത്തെ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മുടെ ഫേമിൻ്റെ സ്റ്റോക്കിലേക്ക് ഒറിജിനലി വാങ്ങി വെച്ചേക്കുന്ന പ്രോപ്പർട്ടി. രണ്ടാമത് നമ്മുടെ ഫേമിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സ് അക്വയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി തേർഡ് വൺ എന്താ? അക്വയർ ഫോർ ദ പർപ്പസ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേമിൻ്റെ ബിസിനസ്സിൻ്റെ ഒരാവശ്യത്തിന് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി അക്വയർ ചെയ്യുന്നത് നമ്മുടെ ഫേമിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല് നമ്മുടെ ഫേമിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓൾ പ്രോപ്പർട്ടി ഒറിജിനലി ബ്രോട്ട് ഇൻ ടു ദ സ്റ്റോക്ക് ഓഫ് ദ ഫേം. സെക്കൻഡ് വൺ, അക്വയർ ബൈ പർച്ചേസ് ബൈ പാർട്ട്നേഴ്സ് ഫോർ ദ ഫേം. തേർഡ് വൺ, അക്വയർഡ് ഫോർ ദ പർപ്പസ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. പിന്നെ ആൻഡ് ആൾസോ ഇൻക്ലൂഡ് ദ ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലോട്ട് പോവാണ്. പ്രോപ്പർട്ടി ഓഫ് എ പാർട്ട്ണർ. പ്രോപ്പർട്ടി ഓഫ് എ പാർട്ട്ണർ എന്താ? പാർട്ട്ണറിൻ്റെ പ്രോപ്പർട്ടി അതായത് അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും നമ്മുടെ ഫേമിൻ്റെ പ്രോപ്പർട്ടി ആവില്ല. പാർട്ട്നേഴ്സിൻ്റെ പ്രോപ്പർട്ടി എപ്പോഴും അവരുടെ തന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരിക്കും. അതൊരിക്കലും നമ്മുടെ ഫേമിലേക്ക് ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരിക്കലും ഫേമിൻ്റെ പ്രോപ്പർട്ടി ആവില്ല. എങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് പാർട്ട്നേഴ്സ് ലൈബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ പാർട്ട്നേഴ്സും നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയുടെ ലൈബിളാവും. എന്നാൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും നമ്മുടെ ഫേമിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എന്താ പറയുന്നത്? പേഴ്സണൽ പ്രോഫിറ്റ് അതിലെന്താ പറഞ്ഞത്? ഇഫ് എ പാർട്ട്ണർ ഡിറൈവ് എനി പ്രോഫിറ്റ് ഫോർ ഹിംസെൽഫ്. അതായത് പാർട്ട്ണർ ഏതെങ്കിലും പ്രോഫിറ്റ് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസാണ് പറഞ്ഞു. നോക്കിക്കോ, അതെങ്ങനെയൊക്കെ പാർട്ട്ണറിന് എന്തെങ്കിലും പ്രോഫിറ്റ് സ്വന്തമായിട്ട് വോളണ്ടറിലി ഡിറൈവ് ചെയ്തിട്ടുള്ള കേസാണ് പറഞ്ഞത്. അതാണ് പറയുന്നത് പേഴ്സണൽ പ്രോഫിറ്റ്. അതിലെന്താ പറയുന്നത്? ഫ്രം എനി ട്രാൻസാക്ഷൻ ഓഫ് ദ ഫേമിന് എന്തെങ്കിലും ട്രാൻസാക്ഷനിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയേക്കാം. ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഏതെങ്കിലും ട്രാൻസാക്ഷനിലൂടെ അവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് പ്രോഫിറ്റ് കിട്ടിയേക്കാം. പിന്നെന്താ? ഫ്രം ദ യൂസ് ഓഫ് ദ പ്രോപ്പർട്ടി. ഫേമിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തേക്കാം. പിന്നെ ബിസിനസ് കണക്ഷൻ ഓഫ് ദ ഫേമിൻ്റെ എന്തെങ്കിലും ബിസിനസ് കണക്ഷനിലൂടെ പ്രോഫിറ്റ് കിട്ടിയേക്കാം. പിന്നെ എന്താ? ദ ഫേം നെയിം ഹി ഷാൾ അക്കൗണ്ട് ഫോർ ദ പ്രോഫിറ്റ് ആൻഡ് പേ ഇറ്റ് ടു ദ ഫേം. പിന്നെന്താ അവസാനം പറയുന്നത്? പേഴ്സണലായിട്ട് താൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പോലും, ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഫേമിലേക്ക് തന്നെ പേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പേഴ്സണൽ പ്രോഫിറ്റ് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ? ഒന്നാമത്തെ എന്താ? ഫേമിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷനോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അതുപോലെ ഫേമിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ഫേമിന് എന്തെങ്കിലും ബിസിനസ് കണക്ഷൻ ഉണ്ടെന്ന് ഒരു പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്? ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഫേമിലേക്ക് തന്നെ അക്കൗണ്ട് ചെയ്യണം. കാരണം ഫേമിൻ്റെ ഇത് ഓരോന്നൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ബിസിനസ് കണക്ഷനോ ഫേമിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും അത് താൻ ഇൻഡിവിജ്വലി അത് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ഫേമിലേക്ക് കൊണ്ടുവരണം. അത് ഫേമിലേക്ക് പേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താ? ഇഫ് എ പാർട്ട്ണർ ക്യാരിഡ് ഓൺ എനി ബിസിനസ് ഓഫ് ദ സെയിം നേച്ചർ ആസ് ദ കോമ്പറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫേം ഹി ഷാൾ അക്കൗണ്ട് ഫോർ ആൻഡ് പേ ടു ദ ഫേം ഓൾ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഹിം ദാറ്റ് ബിസിനസ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താ? നമ്മൾ ഏതെങ്കിലും കോമ്പറ്റിംഗ് ബിസിനസ്, ഏതെങ്കിലും സെയിം നേച്ചറുള്ള ഏതെങ്കിലും കോമ്പറ്റിംഗ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിലെന്തെങ്കിലും നമ്മുടെ ഈ ഫേം കൂടെ നമ്മൾ ഏതെങ്കിലും കോമ്പറ്റിംഗ് ബിസിനസ്സിന് പോയി ഇതേ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ആ പ്രോഫിറ്റ് നമ്മൾ എവിടെ കൊണ്ട് അക്കൗണ്ട് ചെയ്യണം? നമ്മുടെ ഇപ്പോഴത്തെ ഫേം, നമ്മുടെ ഇവിടുത്തെ ഫേമിന് കൊണ്ട്. ഇപ്പം കൊല്ലവും തിരുവനന്തപുരം ആണെങ്കിൽ കൊല്ലത്തുള്ള അതേ ബിസിനസ് അവിടെ ഒരു പാർട്ട്ണർ തിരുവനന്തപുരത്ത് ചെയ്യുവാണെങ്കിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ആ തിരുവനന്തപുരം നമ്മുടെ കോമ്പറ്റിംഗ് ബിസിനസ്, ആ കോമ്പറ്റിംഗ് ബിസിനസ്സിന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മുടെ കൊല്ലത്തെ ബിസിനസ്സിൽ കൊണ്ട് അക്കൗണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് പേഴ്സണൽ പ്രോഫിറ്റ് പറയാനുള്ളത്. അത്രയും ക്ലിയർ ആണോ? ഓക്കെ,
ഇന്നോട് നമ്മുടെ ചാപ്റ്റർ അങ്ങ് തീരുവാണ്. അതാണ് നമ്മൾ ഇച്ചിരി സ്പീഡിലൊക്കെ പോകുന്നത്. ഇനി എഫക്റ്റ് ഓഫ് നോട്ടീസ് ടു ആക്ടിങ് പാർട്ണർ, അതായത് ഒരു ആക്ടിങ് പാർട്ണർ എന്ന് പറയാൻ ആക്റ്റീവ് പാർട്ണർ അല്ലേ, ആക്റ്റീവ് പാർട്ണർ നോട്ടീസ് കിട്ടുമ്പോൾ എഫക്ട്സിനെ പറ്റി പറഞ്ഞത്. അത് സെക്ഷൻ 24 ആണ്. ഓക്കെ, എ നോട്ടീസ് ഇഷ്യൂഡ് ടു എ പാർട്ണർ. ഒന്നാമത്തെ എ നോട്ടീസ് ഇഷ്യൂഡ് ടു എ പാർട്ണർ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഹു ഹാബിച്വലി ആക്ട്സ് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഫേം, അതായത് നമ്മുടെ ഫേമിൻ്റെ ഹാബിച്വലി ആക്ട് ചെയ്യുന്നൊരു പാർട്ണറായിരിക്കും നമ്മുടെ ആക്റ്റീവ് പാർട്ണർ. അദ്ദേഹം എന്നും സ്ഥിരമായിട്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പം ഹാബിച്വലി ആക്ടിന് നിൽക്കുന്ന ഒരാളായിരിക്കും നമ്മൾ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെന്താ, റിലേറ്റിംഗ് ദ അഫേഴ്സ് ഓഫ് ദ ഫേം, എന്തിനെ റിലേറ്റ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്ന ആക്ടിങ് പാർട്ണറിന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് അല്ല. അദ്ദേഹം ആക്റ്റീവ് പാർട്ണറായിട്ടിരിക്കുന്ന നമ്മുടെ ഫേമിനെ റിലേറ്റ് ചെയ്തായിരിക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്, വിൽ ബി ദ നോട്ടീസ് ഇഷ്യൂഡ് ടു ദ ഫേം. ഇത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആക്റ്റീവ് പാർട്ണർ മിസ്റ്റർ എ എന്ന ആക്റ്റീവ് പാർട്ണർ ഉണ്ടെന്ന് വെച്ചോ. അപ്പം ആക്റ്റീവ് പാർട്ണർ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കുന്ന പോലെയാണ്. ഒരു പാർട്ട്ണറിനാണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഫേമിന് കൊടുക്കുന്നതിനാണ്. ഫേമിനെ നമ്മൾ എന്ത് പറഞ്ഞത്, അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സും ചേരുമ്പോഴാണ് നമ്മളതിനെ ഫേം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ. അപ്പം ആ ഒരു ആക്റ്റീവ് പാർട്ട്ണറിന് മാത്രം നമ്മൾ നോട്ടീസ് കൊടുക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഫേമിന് കൊടുക്കുന്നതിന് തുല്യമാണ് നോട്ടീസ് എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, അൺലെസ് ദേ in the case of fraud on the firm continued by or with the consent of the partner. അതായത് ഇതിലെന്താ പറഞ്ഞാൽ, ഫ്രോഡിൻ്റെ എന്തെങ്കിലും കേസ് വരുവാന്നേ, ഫ്രോഡ് അല്ലാതെ മറ്റേത് കേസിൽ കൊടുത്താലും നമ്മുടെ ആക്റ്റീവ് പാർട്ണർ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഫേമിന് കൊടുക്കുന്ന നോട്ടീസാണ് നമ്മൾ കണ്ടോണം. അതെല്ലാം ഫ്രോഡിൻ്റെ കേസാണെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിരിക്കും നോട്ടീസ് കൊടുക്കുന്നത്. ഇപ്പം ആക്റ്റീവ് പാർട്ണർ ഫ്രോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് പാർട്ണർ മാത്രമുള്ള നോട്ടീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എഫക്റ്റ് ഓഫ് നോട്ടീസ് ടു ആക്റ്റീവ് പാർട്ണർ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എ നോട്ടീസ് ഇഷ്യൂഡ് ടു എ പാർട്ണർ ഹു ഹാബിച്വലി ആക്ട് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഫേം റിലേറ്റിംഗ് ടു ദ അഫയേഴ്സ് ഓഫ് ദ ഫേം വിൽ ബി നോട്ടീസ് ഇഷ്യൂഡ് ടു ദ ഫേം അൺലെസ് ഇൻ ദ കേസ് ഓഫ് എ ഫ്രോഡ് ഓൺ ദ ഫേം കണ്ടിന്യൂഡ് ബൈ ഓർ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ പാർട്ണർ. അപ്പം ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, തീരാറായി, ഇപ്പം തീരും. നോക്കിക്കോ, റൈറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്, അതായത് പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അതിനകത്തൊരു കാര്യം പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ, നമ്മുടെ പാർട്ട്നേഴ്സിന് ഹോൾ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പാർട്ട്നേഴ്സിന് ഹോൾ ഓഫ് ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആരാണ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ട്രാൻസ്ഫർ. നമ്മുടെ ഹോൾ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന് ഹോൾ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഒരാൾക്ക് കൊടുക്കത്തില്ല, അദ്ദേഹമാണ് ട്രാൻസ്ഫർ. അദ്ദേഹത്തിനുള്ള റൈറ്റ്, അദ്ദേഹത്തിന് കിട്ടുന്ന പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റിന് അദ്ദേഹത്തിന് കിട്ടുന്ന റൈറ്റിനെ പറ്റി പറയുന്നത്. അതുമേ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് എന്തോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫേമിൽ എന്തെങ്കിലും നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ഫേമിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടാനുള്ളത് നമ്മുടെ പാർട്ട്ണർ പറയുക ഇന്നയാൾക്ക് കൊടുത്തേരെ. ഇപ്പം എ എന്ന പാർട്ട്ണറിന് കിട്ടാനുള്ള കാര്യം എ പറയുക ബി എന്ന ഞാൻ പറഞ്ഞ ഇന്നയാൾക്ക് ഈ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പൈസ കൊടുത്തേരെ, അദ്ദേഹത്തിന് കൊടുത്തേരെ എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ ഇൻട്രസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? അദ്ദേഹത്തിന് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റിലുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിക്കോ. ദ ട്രാൻസ്ഫർ ഹു റിസീവ് സച്ച് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം, അദ്ദേഹത്തിന് ഫേമിൽ നിന്ന് കിട്ടുന്ന ആ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ആ ട്രാൻസ്ഫർക്ക് റൈറ്റ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് റൈറ്റ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു, ഒന്നാമത്തെ ഇൻ്റർഫിയർ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്സിൽ ഇടപെടാൻ ഒരു തരത്തിലുള്ള അവകാശം, ഒരു റൈറ്റും ഒന്നും ആ ട്രാൻസ്ഫർക്ക് ഇല്ല. ടു റിക്വയർ അക്കൗണ്ട്സിൽ ഇടപെടാനില്ല. പിന്നെന്താ, ടു ദ ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ദ ഫേമിൻ്റെ ബുക്ക് ഇൻസ്പെക്ട് ചെയ്യാനോ അത് അക്കൗണ്ട് ചെയ്യാനോ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനോ അതിൻ്റെ കോപ്പി എടുക്കാനുള്ള റൈറ്റ് നമ്മുടെ ആ ട്രാൻസ്ഫർക്ക് ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താണോ കിട്ടാനുള്ള അത് കിട്ടാനുള്ള മണി കിട്ടാനുള്ള റൈറ്റ് മാത്രമേ അത് ആ ട്രാൻസ്ഫർക്ക് ഉള്ളൂ. ഇനി എന്താ പറയുന്നത്, ഈസ് എൻറ്റൈറ്റിൽഡ് റിസീവ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ട്രാൻസ്ഫറിങ് പാർട്ട്നേഴ്സ് ആൻഡ് ദ ട്രാൻസ്ഫറേറ്റ് ഈസ് ടു അക്സെപ്റ്റ് ദ അക്കൗണ്ട് ഓഫ് ദ ഫേം എഗ്രീഡ് ടു ബൈ ദ പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞത്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഡിസോൾവ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പാർട്ണർ ഉണ്ടല്ലോ, ആ പാർട്ണർ നമ്മുടെ പാർട്ണർഷിപ്പ് നമ്മൾ ഒരു പാർട്ണർ പറഞ്ഞിട്ട്, അപ്പോൾ എ എന്ന പാർട്ണർ പറഞ്ഞിട്ട് ബി എന്ന ആ ട്രാൻസ്ഫർക്ക് ആ ഇൻട്രസ്റ്റ് കൈമാറുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ പാർട്ണർ റിട്ടയർ ആയി പോവുക, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ആ പാർട്ണർ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ആ പാർട്ണർ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ണർ ഇനി നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ തുടരുന്നില്ല.
അങ്ങനെ കരുതിയാൽ മതി. ആ റിട്ടയർ ആയ പാർട്ണർ അല്ലെങ്കിൽ ആ ഫേമിൽ നിന്ന് പോയ പാർട്ണർ, ഔട്ട് ഗോയിങ് പാർട്ണറിന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഇയാൾക്ക് കൊടുത്തേക്കാൻ, അത് കിട്ടാനുള്ള റൈറ്റ് നമ്മുടെ ട്രാൻസ്ഫറിക്കുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് നമ്മൾ ഈ പോകുന്ന ഔട്ട് ഗോയിങ് പാർട്ണർ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ടല്ലോ. അവിടെ അപ്പം അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ബിസിനസ്സിലോട്ട് വന്നത്. അപ്പം അദ്ദേഹം ഔട്ട് ഗോയിങ് പാർട്ണറിന് കൊടുക്കാനുള്ള ആ കാര്യം, ആ റിട്ടയർ ആയി പോകുന്ന പാർട്ണറിന് കൊടുക്കാനുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ഈ ട്രാൻസ്ഫർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഷെയർ ഓഫ് പ്രോഫിറ്റിന് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടത്തില്ല എങ്കിൽ അതിന് ആർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്? നമ്മുടെ ട്രാൻസ്ഫർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇഫ് ദ ഫേം ഈസ് ഡിസോൾവ്ഡ് ഓർ ദ ട്രാൻസ്ഫറിങ് പാർട്ണർ ceases to be a partner, the transferee is entitled to receive the share of the asset of the firm to which the transferring partner is entitled, and the purpose of the ascertaining that share to the account as the date of dissolution. അത് അതിൽ പറയുന്നത് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് വായിച്ചു വെക്കുന്നതാണ് മനസ്സിലാവുന്ന കാര്യം തന്നെ. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. ഇനി ഈ പെനാൽറ്റിയോടെ പറഞ്ഞ് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ക്ലാസ്സസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നോക്കിയോ, പെനാൽറ്റിയുടെ സെക്ഷൻ എന്താ? സെക്ഷൻ 70. അതിൽ വലുതായിട്ട് പറയാനൊന്നുമില്ല. അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്തില്ലെങ്കിലോ, സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ അമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പോലും, അങ്ങനെ എന്തെങ്കിലും കേസ് വരുന്ന, എന്തെങ്കിലും പെനാൽറ്റി കിട്ടുന്ന കേസാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണ്, അദ്ദേഹം മനഃപൂർവ്വം ഇങ്ങനെ ഈ പറഞ്ഞ തെറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പണിഷബിൾ ആവും. കൂടെ തന്നെ അദ്ദേഹം ഇംപ്രിസൺമെൻറ്റും ആവും എന്നാണ് പറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ അദ്ദേഹം 3 മാസം പറഞ്ഞതിൻ്റെ എക്സ്റ്റെൻഡ് ടൈം 3 മാസം. അദ്ദേഹം ചിലപ്പോൾ ഫൈനും കൊടുക്കണം. ചിലപ്പോൾ ഫൈനോടൊപ്പം തന്നെ ഇത് ഇംപ്രിസൺമെൻറ്റും കിട്ടും, അതുപോലെ ഫൈനും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഫൈന്. അതല്ല, ഫൈനെ പറ്റി നിങ്ങൾ ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എത്ര രൂപയാണെന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, പണിഷബിളും ആണ്. അദ്ദേഹത്തിന് ഫൈനും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പെനാൽറ്റിയുടെ സെക്ഷൻ 17. സെക്ഷൻ ഓർത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നവർക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പഠിക്കാനുള്ളതല്ലേ. ഇന്നത്തെ ക്ലാസ്സസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങൾ ഈ നോട്ട്സ് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഈ നോട്ട്സിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, കൊച്ചു പോയിൻ്റ് ആക്കിയെന്നേ ഉള്ളൂ. ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ക്ലാസ്സസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമ്മൾ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.